ആലപ്പുഴ ഹരിപ്പാട് ചിക്കൻ ഫ്രൈഡ് റൈസിൽ ചിക്കൻ ഇല്ലെന്ന് പറഞ്ഞ യുവാവ് ഹോട്ടലിൽ പരാക്രമം നടത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രകോപിതനായ യുവാവ് കമ്പ്യൂട്ടർ അടിച്ചു തകർക്കുകയും ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കുമാരപുരം സ്വദേശി മഹേഷിനെ പോലീസ് പിടികൂടിയിരുന്നു. മനീഷ് മഹിപാലുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസിൽ ചിക്കൻ ഇല്ലാത്തതിന് യുവാവിന്റെ നിരാശ അത് അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. എന്താണ് ഇപ്പോൾ അറിയാനാകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയായിരുന്നല്ലോ. പ്രതി ഒടുവിലിതാ ദൃശ്യങ്ങൾ പുറത്തു വന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. പ്രതി പിടിയിലായിട്ടുണ്ട്. കുമാരപുരം സ്വദേശി മഹേഷാണ് പിടിയിലായിട്ടുള്ളത്. സംഭവം മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് 2:30 നടക്കുന്നത്. ആറാട്ടുപുഴ സ്വദേശി സുധീറിന്റെ ഉടമസ്ഥതയിലുള്ള ഹരിപ്പാട് ചിക്കൻ ചിക്കാഗോ എന്ന ഹോട്ടലിലേക്ക് ഉച്ചയ്ക്ക് ഇയാളും 3 പേർ, അത് 4 സംഘം ഈ ഹോട്ടലിലേക്ക് ഒരു ടെമ്പോ വാഹനത്തിലെത്തുന്നു. അവിടെ മുകളിലത്തെ നിലയിൽ ആഹാരം ഓർഡർ ചെയ്യുന്നു. 4 പേർ 2 ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്യുന്നത്. കറി വേണ്ട, പകരം ടൊമാറ്റോ സോസ് മതി എന്ന് പറയുന്നു. പക്ഷേ ഓർഡർ ചെയ്ത 2 ചിക്കൻ ഫ്രൈഡ് റൈസിൽ ചിക്കൻ മതിയാവണ്ണം ചിക്കൻ ഇല്ല എന്ന പരാതി ഇയാൾ ആദ്യം പറഞ്ഞു. രണ്ടാമത് ആ വെയിറ്റർ, അവിടെ ഉണ്ടായിരുന്ന സപ്ലയർ, രണ്ടാമത് ചിക്കൻ കൊടുത്തപ്പോഴും അത് പോരാ എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ പിന്നീട് ഇയാൾ താഴത്തെ നിലയിലേക്ക് വന്ന് റിസപ്ഷനുള്ള കമ്പ്യൂട്ടറും ആ റിസപ്ഷനിലെ സാധന സാമഗ്രികളെല്ലാം നശിപ്പിക്കുകയായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിലെ ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്തു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആളുകളും കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഒക്കെ തന്നെ ചേർന്നാണ് ഇയാളുടെ പരാക്രമത്തിൽ നിന്നും ഇയാളെ പിന്തിരിപ്പിച്ചത്. അങ്ങനെ പിന്നീട് ഇയാൾ ഒളിവിൽ പോയി. ഈ സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോയി. ഇയാളെ പോലീസ് ഇന്നലെ രാത്രിയിലാണ് ഹരിപ്പാട് പോലീസ് പിടികൂടുന്നത്. ഇയാൾ അമിതമായ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മുൻപും സമാനമായ സംഭവം ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇതിനു മുൻപും ഹോട്ടലിലെത്തി ആഹാരം കഴിക്കുന്ന സമയത്ത് തർക്കമുണ്ടായ സംഭവത്തിൽ ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് നിത്യമായ സംഭവമാണ്. എന്താണെങ്കിലും ഇയാളുടെ ഒരു വല്ലാത്ത പരാക്രമമായി പോയി. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.